ഈ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്കറിയാം ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള മുരുടേശ്വർ എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. ഒരു ബീച്ചൊക്കെ ആയിട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ് ഈ അമ്പലം. ഭക്തി പോലെ തന്നെ ഇവിടെ ഈ അടിച്ചു പൊളിക്കാനായിട്ട് വരുന്നവർ ആണ് കൂടുതൽ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഇതിൽ ഒരു കുടക്കീഴിൽ എന്ന് പറയും പോലെയാണ്. ഈ വിഷ്വല് ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമുണ്ട്. നമ്മൾ അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം. രാവിലെ വന്നാൽ വൈകിട്ട് ഒന്ന് ലൈറ്റ് പോയിട്ട് പോകുന്നവരെ നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. പോയിട്ടുള്ളവർ ഉറപ്പായിട്ട് അതിൽ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാവർക്കും പോകാനായിട്ടൊരു പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പോയിട്ടുള്ളവർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ ഈ പുരാണങ്ങളെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനിവിടെ കാശ് കൊടുത്ത് വേണം കയറാനായിട്ട്. നമ്മളിതിനൊരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം കാണാനായിട്ട്. നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് പോയത്. അതായത് ഫസ്റ്റ് ഡേ മൂകാംബിക അന്ന് രാവിലെ കുളിച്ച് തൊഴുതിട്ട് കുടജാദ്രി പോയിട്ട് തിരിച്ചു വന്ന് അമ്പലത്തിൽ ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ മുരുടേശ്വറിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. റെൻറ്റിനല്ല, ഒരു വണ്ടി ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രൈവറായിരുന്നു, അവിടുത്തെ നാട്ടുകാരനാണ്. പുള്ളി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പുള്ളി അതായത് ബൈന്ദൂറാണ് ട്രെയിൻ നിർത്തിയത്. അവിടുന്ന് നമ്മൾ മൂകാംബികയിലോട്ടുള്ള യാത്രയിലാണ് പുള്ളിയെ പരിചയപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെയാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. പുള്ളി പിറ്റേ ദിവസം നമ്മളെ മുരുടേശ്വർ കൊണ്ടുപോയി, മുരുടേശ്വർ നിന്ന് ഉടുപ്പി കൊണ്ടുപോയി. അങ്ങനെ 3 ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അത്രയും നല്ല രീതിക്കായിരുന്നു പുള്ളിയുടെ പെരുമാറ്റം കാര്യങ്ങൾ. നിങ്ങൾ പോകുന്നവരെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ശ്രീകാന്ത് എന്നാണ് പേര്. ഞാൻ വേണമെങ്കിൽ നമ്പർ അയച്ചു തരാം. നല്ല വിഷയം, നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. കുട്ടികളായിട്ടൊക്കെ നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ പോകണം കേട്ടോ. പോയി ഇതൊരു ഭക്തി എന്നുള്ളതിനുപരി ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്രയായിരിക്കും. കാരണം ബീച്ചും അങ്ങനെ അവിടെ ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം കണ്ട ഒരു ഇതില്ലേ ഗോപുരം, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. മുകളിൽ നിന്ന് അവിടുത്തെ വിഷ്വൽ കാണാം. വേറൊരു ലോകത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. നമ്മൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പുറത്ത് പോയി അവർക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ് കേട്ടോ. നമ്മുടെ ഫാമിലിക്കും കൂടെ ആയിട്ട് ഒരു യാത്രയൊക്കെ നമ്മൾ സമ്മാനിക്കണം. അതിൽ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഒക്കെ വേറെയാണ്. നമുക്ക് മാത്രമല്ല അവർക്കും ഒരു ചേഞ്ചാണ് അവരുടെ ജീവിതത്തിൽ. മൊത്തം വീട് ബഹളം അങ്ങനെയൊക്കെ നിൽക്കുന്നവരില്ലെങ്കിൽ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുന്നവർ, നമ്മളും കൂടെ ഒരു മുൻകൈ എടുത്തിട്ട് എല്ലാവരും ഒന്ന് ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ദിവസമെങ്കിലും, ഒരു 1-2 ദിവസമെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഈ കാണുന്നൊന്നുമല്ല വിഷ്വല്. കാരണം ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ നേരിട്ട് അടുത്ത് നിന്ന് കാണുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ കാണുന്നതൊന്നുമല്ല. ഇത് ഈ അമ്പലത്തിൻ്റെ കണ്ടോ, നമ്മുടെ അടുത്തുനിന്ന് ഇത് കണ്ടാൽ അറിയാം. അടുത്തോട്ട് പോകുന്നവർ എന്ത് വലിയ രൂപങ്ങളാണെന്നൊക്കെ അറിയാം. ഇതേ കണ്ട ബീച്ച്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ.
എന്തായാലും പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം. 100% ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഹാപ്പി ആയിരിക്കും.